ത്തിനോട് ഞാൻ പണ്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എന്നിപ്പോൾ പോകെ പോകെ വളർന്ന് വലുതായി കൊണ്ടിരുന്നപ്പോൾ അത്ര അങ്ങോട്ട് ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിലേക്ക് എൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ച് ഇട്ടിട്ടുണ്ട്. അതായത് മാതാവിനോടൊക്കെ അങ്ങനെ സംസാരിക്കാം. മാതാവ് പലപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ വിചാരിച്ചു ഈശോനോട് സംസാരിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഇടയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. കുറച്ച് കോളേജ് സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതുപോലെ 2019 ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മെയ് ആയപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് പോലെ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ അടികൾ വരുന്നത്. എനിക്ക് ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസർ ആയിരുന്നു യൂട്രസിൽ. എൻ്റെ ജീവിതത്തിന് മൊത്തത്തിൽ എടുത്ത് താഴെ ഇട്ടു. കാരണം 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 4-5 മാസത്തിനുള്ളിൽ തന്നെയാണ് അങ്ങനെ വന്നത്. അവർ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ എൻ്റെ ലൈഫ് തന്നെ താറുമാറായ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിനുശേഷം ഞാനപ്പോൾ വിചാരിച്ചു, ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മരുന്നുണ്ട്, എല്ലാം ഉണ്ട്, മാറിക്കോളും, പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും തീക്ഷ്ണതയുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതിനുശേഷം വീണ്ടും 1 വർഷത്തിനുള്ളിൽ എനിക്ക് റിക്കറൻസ് വന്നു. എനിക്ക് റിക്കറൻസ് വന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്ക് കീമോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, വീണ്ടും എനിക്ക് കുറേ കൂടി ഓക്കെ ശാസ്ത്രം ഇതുണ്ട്, ദൈവത്തിനും വിശ്വാസമുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതോടുകൂടി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കീമോതെറാപ്പിയൊക്കെ ചെയ്തു. എല്ലാം എൻ്റെ ഇതൊക്കെ മുടിയൊക്കെ പോയി, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ അതിൽ നിന്നൊന്ന് കീമോതെറാപ്പിയും കഴിഞ്ഞു എല്ലാം കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഒന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു 6 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ എനിക്ക് വീണ്ടും ഇത് വന്നു. ഇപ്രാവശ്യം വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പെൽവിക് റീജിയണിലും വന്നു, എൻ്റെ കഴുത്തിലൊരു മുഴ പോലെയൊക്കെ വന്നു. ഞാനാണെങ്കിൽ അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഒരു FNAC എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഡോക്ടർ നിനക്ക് ഇതാ തന്നെ റിക്കറൻസ് ആണെന്നാണ് തോന്നുന്നത്, നീ പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ കുറച്ച് അവസരങ്ങൾ. അതായത് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, അത് പൈസയില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല, നമ്മൾ വെറും സീറോ ആണെന്ന് നമ്മൾ തെളിയുന്ന സന്ദർഭങ്ങളാണത്. അത് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ അവസരങ്ങളാണതൊക്കെ.